ഹലോ. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ ഫോക്കസ് ഏരിയ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇപ്പോൾ ജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി. പക്ഷേ അതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഇപ്പോൾ നീറ്റ് കഴിഞ്ഞ എക്സാം അപ്പിയർ ചെയ്ത് എത്രത്തോളം ആളുകൾ എത്രത്തോളം ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അല്ലേ? സോ നമ്മൾ ശ്രദ്ധിക്കുക, ഫോക്കസ് ഏരിയ കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കൂടുതൽ ബേസിക്സ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ ഫോക്കസ് ഏരിയ പഠിച്ച കുട്ടികൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മളിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയ പഠിച്ച കുട്ടികൾ ആദ്യം തന്നെ അവർ ചെയ്യേണ്ടത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകൾ എല്ലാം വളരെ ക്ലിയറായി ബേസിക്സും കൺസെപ്റ്റ്സും എല്ലാം ക്ലിയറായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ മിസ്സായിട്ടുള്ള ഫോക്കസ് ഏരിയ, നിങ്ങൾ മിസ്സായിട്ടുള്ള മെയിനായിട്ടുള്ള ടോപ്പിക്കുകൾ അത് ഏതൊക്കെയാണ് നിങ്ങൾ ആദ്യം തിരിച്ചറിയാം. ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ അവർ ചോദിച്ചത്, അത് കഴിഞ്ഞ് ഫോക്കസ് ഏരിയ അല്ലാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയുണ്ട്, അതിനെ എങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഫോക്കസ് ഏരിയയും നമുക്ക് മിസ്സായ ടോപ്പിക്കുകളും നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹയർ ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫോക്കസ് ഏരിയ ശരിക്കും എന്തിനാണ് നിങ്ങൾ പഠിപ്പിച്ചത്? ഒന്നുമില്ല. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്ലിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരെണ്ണം ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു +1 നിന്ന് +2 കയറാൻ വേണ്ടി, അല്ലെങ്കിൽ +2 നിന്ന് ഹയർ സ്റ്റഡീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ ഹയർ സ്റ്റഡീസിൽ പോകാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? +2 മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് പറ്റി, പക്ഷേ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതെങ്ങനെ ബാധിച്ചു അല്ലേ? ഫോക്കസ് ഏരിയ ശരിക്കും +2 മാർക്ക് ഫോക്കസ്ഡ് മാത്രമായിരുന്നു, പക്ഷേ അവർ ഒരിക്കലും നീറ്റിനോ അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള എൻട്രൻസ് എക്സാമിനോ ഒന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫോക്കസ് ഏരിയ പഠിച്ചവരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന്, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എല്ലാം വളരെ വ്യക്തമായി കറക്റ്റായി ഓർഡറോട് കൂടി അറേഞ്ച് ചെയ്ത് പഠിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് തന്നെ നിങ്ങൾ തുടങ്ങണം. ആദ്യം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടുള്ളൂ. സോ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ കുഴപ്പങ്ങൾ ഞാൻ പറയാം അല്ലേ? എന്താണ് പ്രോബ്ലം ചെയ്യുമ്പോൾ എനിക്കത് ചെയ്യാൻ കിട്ടുന്നില്ല സാർ, ഞാൻ പല ഭാഗത്ത് നിന്നായി പോകുന്നു, ഞാൻ പല ഭാഗത്ത് സ്റ്റക്കായി പോകുന്നു. സോ വാട്ട് ഐ ഹാവ് ടു ഡു? നത്തിങ്. യു ഹാവ് ടു പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അല്ലേ? പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പ്രാക്ടീസ് മേക്ക് ഇമ്പ്രൂവ്മെൻറ്റ്. പ്രാക്ടീസ് വഴിയിലൂടെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നേടാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, അതിൻ്റെ ഹയർ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു +2 മാർക്ക് സ്കോറിങ് മാത്രമായിരുന്നു, ഒരിക്കലും അതിലുപരി നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറെടുക്കുക, ഇന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ചാപ്റ്ററിലെയും ഓരോ ടോപ്പിക്കുകളും NCERT പരമായിട്ടുള്ള ഓരോ പേജസും ഓരോ വേർഡ്സും വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് ഓരോ ലൈനായിട്ട് പഠിച്ച ശേഷം മാത്രം ഹയർ ക്വസ്റ്റ്യൻസിലോട്ടും പല കാര്യങ്ങളിലോട്ടും നിങ്ങൾ പോവുക. സോ അല്ലാതെ ഫോക്കസ് ഏരിയ കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും നേടാനില്ല. ഇനിയും കൂടുതൽ അപ്ലിക്കേഷൻസ് പഠിക്കാനും ഇനിയും ഇതിന് കൂടുതൽ ഡിസ്കസ് ചെയ്യാനും നമ്മൾ ഇനിയും വരുന്നതാണ്. സോ ഫോക്കസ് ഏരിയ മറന്ന് നമ്മുടെ ഫുൾ കൺസെപ്റ്റ്, ഫുൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ വേണ്ടി നോക്കുക. സോ എനിവേ അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ ഏതെങ്കിലും ടോപ്പിക്കായിട്ട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.